Thank you, Seema. Okay, thank you so much. Good evening, all of you. എല്ലാവരെയും വീഡിയോ മോഡിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹില ഹബിൻ്റെ മാജിക്കൽ ടോക്കിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പതിവിൽ വിപരീതമായിട്ട് ആദ്യം മെഡിറ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരുമിച്ച് കൂടാൻ റബ്ബ് അനുഗ്രഹിച്ചിരിക്കുന്നതിന് ആദ്യം തന്നെ നന്ദി പറയാണ്. അതുപോലെ തന്നെ ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു ക്ലാസ്സിലേക്കായിട്ട് ഇത്രയും പേർക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിച്ചതിനും റബ്ബിനോട് നന്ദി പറയണം. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ ഒരുമിച്ച് കാണുന്നുണ്ട്. കുറേ അധികം പേര് വീഡിയോയിൽ വരാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊക്കെയും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് ജോയിൻ ചെയ്യാം. കഴിഞ്ഞത് തുടങ്ങിയതാ. വീഡിയോ മോഡിൽ എല്ലാവരും വരാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എനർജി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് മടങ്ങി പോയിട്ടുണ്ട്. ആ ഒരു കുഞ്ഞായിരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കാലത്തെ നമ്മൾ ഇഷ്ടത്തോടെ ഒന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളിൽ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. സെൽഫ് ലവ് എന്ന് എപ്പോഴും കേൾക്കാറുണ്ട്. ഇത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് എത്രത്തോളം തിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. എങ്കിൽ പോലും സെൽഫ് ലവ് എന്നത് എന്തായിരിക്കും? നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹം എന്നായിരിക്കാം. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കുക അത് സെൽഫിഷ് അല്ലേ എന്ന്. ഒരിക്കലില്ല. സെൽഫിഷ് എന്നുള്ളത് കണ്ടീഷനോട് കൂടിയുള്ള ലവ് ആണ് സെൽഫിഷ് എന്നുള്ളത്. പക്ഷെ സെൽഫ് ലവിലേക്ക് വരുമ്പോൾ ഞാൻ എന്നെ തന്നെ അൺകണ്ടീഷണലി സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കുറവുകളെ ഞാൻ അറിയണം, എൻ്റെ കഴിവുകളെ ഞാൻ അറിയണം, എന്നെ സൃഷ്ടിച്ചവനിലേക്ക് ഞാൻ എന്നെ നൽകിക്കൊണ്ട് സറണ്ടർ ചെയ്തുകൊണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുമ്പോഴാണ് അത് സെൽഫ് ലവ് ആയി മാറുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവോൾവ് ആയി പോകും. എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാൻ കാരണം ഒരു മെഡിറ്റേഷനും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്താണോ എവിടെയാണോ അവിടെ നിന്നും നമ്മളെ തെരഞ്ഞ് കണ്ടുപിടിച്ച് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ശരിയായ ദിശ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇവൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും അത് തന്നെ. ഞാൻ എന്താണോ തേടിയത് അത് എന്നെയും തേടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ തേടലിലാണ് ഞാൻ ഗൈഡിൻ്റെ അടുത്ത് എത്തിപ്പെട്ടതും ഈ ഒരു സാഹചര്യത്തിലേക്ക് സന്തോഷത്തോടുകൂടി എത്താൻ സാധിച്ചതും കുറഞ്ഞൊരു നാള് കൊണ്ടാണെങ്കിലും ഇത്രയധികം ആൾക്കാരിലേക്ക് അതിനൊന്ന് എത്തിക്കാൻ സാധിച്ചതുമൊക്കെ. അപ്പൊ അതിനുള്ള ധൈര്യവും ഈ ഒരു സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു ശൈലിയും ഇതൊക്കെയും നൽകിയത് ഞാൻ എന്താണെന്നും സെൽഫ് ലവ് എന്താണെന്നും അത് എന്നെ സൃഷ്ടിച്ചവനിലേക്ക് എങ്ങനെയാണ് കണക്റ്റഡ് ആകുക എന്നുള്ള ആ ഒരു തിരിച്ചറിവിലൂടെയാണ് എനിക്കത് സാധിച്ചതെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിൽ ഓരോരുത്തരിലും ആ കഴിവുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പലരും പറയും എനിക്ക് ചിരിക്കാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പരിഭവം പരാതിയൊക്കെയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സമയം കിട്ടണില്ല, എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. എല്ലാവർക്കും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സമയം മാത്രമാണ്. ബാക്കിയെല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അവരുടെ ജീവിത ശൈലികൾ വ്യത്യസ്തമാണ്, ജീവിത രീതികൾ വ്യത്യസ്തമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ചുറ്റുപാടുകളിൽ നിന്നും വന്നിട്ടുള്ളവരാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് നമ്മൾ എല്ലാം ഒരു മനുഷ്യനായി തന്നെയാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ഒരു മനുഷ്യ കുഞ്ഞായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. വരുമ്പോൾ നമ്മൾ
എത്രത്തോളം സന്തോഷത്തോടെ സമാധാനത്തോടെ അല്ലെങ്കിൽ എല്ലാം നേടിയ ഒരു വിജയിയെ പോലെയാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ എവിടെ വെച്ചാണ് നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടത് എന്നുള്ളത് നാം ഒന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഒരു യാത്രയിൽ എല്ലാം നേടി നമ്മൾ ആ ഒരു വിജയിയെ പോലെ ഭൂമിയിലേക്ക് എത്തിയതിന് ശേഷം നമ്മളെ കൊഞ്ചിക്കാനും ലാളിക്കാനും നമുക്കെല്ലാം പറഞ്ഞു തരാനും നമുക്കൊന്നും നമ്മുടെ മൈൻഡിൽ അല്ലെ നമുക്ക് വിശക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന പോലും നമ്മുടെ മാതാപിതാക്കൾക്ക് ലഭിക്കുകയും മാതാവ് നമ്മളെ അതേപോലെ നമ്മളെ നോക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ എത്രത്തോളം പ്യുവർ ആയിരുന്നു എന്നൊന്ന് മനസ്സിലാക്കി നോക്കുക. ഒരു കുഞ്ഞിന് വിശക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾ മാതാവിനോട് പറയുന്ന ഒരു അവസ്ഥയിലല്ല എന്നപ്പോൾ പോലും ആ മാതാവ് അറിഞ്ഞു ചെയ്തിരുന്നെങ്കിൽ ആ ഒരു കണക്ഷൻ എത്രത്തോളം പ്യുവറായിരുന്നു. അതേ ഒരു കണക്ഷൻ ഈ ഒരു നിമിഷത്തിലും നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളുമായിട്ടാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും അതുണ്ടാവണമെങ്കിൽ നാം ആ മാതാവായി ഇരുന്ന സമയത്ത് ആ കുട്ടീനോട് തോന്നിയിട്ടുള്ള അൺകണ്ടീഷണലി ഉള്ള സ്നേഹമുണ്ടല്ലോ, ആ ഒരു സ്നേഹം അത് നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ എന്താ ചെയ്തു വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ലിമിറ്റേഷൻസ് കൊടുത്തു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ ഒരു നമ്മൾ എന്താണോ നിരീക്ഷിച്ച് കാണുന്നത്, നമ്മുടെ നിരീക്ഷണത്തിലൂടെ നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത് ആ ഒരു രീതിയിലേക്ക് അതിനെ മാറ്റി വിട്ടത് കൊണ്ട് തന്നെ ആ സ്നേഹത്തിന് പല മുഖങ്ങളായി മാറി എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ ഒരു പിണങ്ങാനും പരാതി പറയാനും മറ്റ് പല നെഗറ്റീവായിട്ടുള്ള വിചാരങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരവസ്ഥയിലേക്കായി. ആ നിമിഷം മുതൽ നമ്മൾ നമ്മളെ മറന്നിട്ടുണ്ട്. അപ്പോഴെന്താണ് നമ്മൾ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യണം, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ, ഇങ്ങനെ ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണെന്നുള്ള ആ പരാതി പറഞ്ഞ് നമ്മളെ നമ്മുടെ ഉള്ളിൽ ഉറക്കി കിടത്തിയിരിക്കുകയാണ്. ആ കുഞ്ഞിന് വേണ്ടതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിനിഷ്ടമുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ പല ആഗ്രഹങ്ങളും, കുഞ്ഞുനാളിലുള്ള പല ആഗ്രഹങ്ങളും ഇപ്പോഴും അത് നമുക്ക് തിരിച്ചറിയുന്നുണ്ടാവാം. പ്രായമായവര് കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുഞ്ഞായിരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ആ പ്രായമായവരിലുണ്ട് എന്നുള്ളത്. ഇതൊക്കെ ആർക്കും അറിയാത്ത കാര്യമല്ല. പക്ഷേ നമ്മൾ ഈ നിമിഷത്തിൽ ഈ ഒരു സമയത്ത് നമുക്കത് തിരിച്ചറിയാനും നമ്മുടെ ഉള്ളിലെ ആ കുഞ്ഞിനെ ഒന്ന് ഉണർത്താനും ആ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനും സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം എന്താണ്, നമ്മളിലുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്താണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്, ഓരോ റിലേഷൻഷിപ്പിൽ നമ്മൾ എന്താണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഈ നിമിഷത്തിൽ അനുഭവിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മൾ എന്താണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് റിയലൈസ് ചെയ്താൽ മതിയാവും. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കാണ് അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ഇതെന്താണ് സാധനം? പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടല്ലേ? ഇപ്പോൾ ഒരു മാതാവിന് കുഞ്ഞിനോട് തോന്നുന്ന ഒരു ഇഷ്ടം അല്ലെ ഒരു സ്നേഹം അത് ഉണ്ടായ ആ കുറെ കാലങ്ങളിലേക്ക് അത് അൺകണ്ടീഷണൽ ആയിരുന്നത് എന്താണ്, ആ കുഞ്ഞിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. മീൻസ് അവൻ അല്ലെങ്കിൽ അവൾ അത് എന്തായി തീരണം അല്ലെ എങ്ങനെ ആവണം അതിലേക്കൊന്നും എത്താനുള്ളതാവാത്ത സമയത്ത് നമ്മൾ ആ കുഞ്ഞിനെ അതേപോലെ പരിപാലിച്ചു. കുറച്ചു വലുതായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എന്താണോ അത് അവനിലേക്ക് അല്ലെ അവളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ടാണ് ആ കുഞ്ഞിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അത് കണ്ടീഷൻസോട് കൂടിയുള്ള സ്നേഹമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലല്ല നമ്മുടെ മക്കൾ മാറുന്നതെങ്കിൽ ആ നിമിഷം നമുക്ക് ദേഷ്യം വരും. അപ്പൊ എന്താണ്, അവിടെ അത് അൺകണ്ടീഷണൽ അല്ല എന്നുള്ളതാണ്. അപ്പൊ നാം അറിയേണ്ടത് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. ഈ വ്യക്തികളായതുകൊണ്ട് തന്നെ ആ വ്യക്തികളിലൂടെ നാം എൻ്റെ ആഗ്രഹം തന്നെയായിരിക്കണം എൻ്റെ കൂടെ ഉള്ളവരുടെ ആഗ്രഹം, ഇല്ല ഞാൻ ആഗ്രഹിക്കുന്ന രീതി തന്നെ അവരാകണം എന്ന് വിചാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു വ്യക്തിയുടെ മൂല്യത്തെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് വേണ്ട മൂല്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്വന്തം മൂല്യം തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങളെ ഓർത്ത് ആകുലപ്പെടുന്നതിന് പകരം സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ്.
അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? നമ്മുടെ മൂല്യം നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ജന്മം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഈ ജീവിതം കൊണ്ട് എന്താണ് മൂല്യമുള്ളത്, ഇല്ല ഞാൻ എനിക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന വാല്യൂ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും കിട്ടുള്ളൂ. ഈവൻ നമ്മുടെ ലൈഫിൽ, പാർട്ട്ണർഷിപ്പിൽ, നമ്മുടെ മക്കളിൽ നിന്ന്, അങ്ങനെ ആരിൽ നിന്നായിക്കോട്ടെ, ഞാൻ എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം കിട്ടുകയുള്ളൂ. എനിക്ക് എന്നെ ഇഷ്ടമില്ലാണ്ടിരുന്നിട്ട് ഞാൻ മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ലാത്ത കാര്യമാണ്. കാരണം എന്നിൽ നിന്നും വരുന്ന ആ ഒരു ഇമോഷൻസ് എന്താണോ പ്രകടിപ്പിക്കുന്നത് അതാണ് ആ ചുറ്റുപാടുകളിലേക്ക് എത്തി, ആ ചുറ്റുപാടുകളിലൂടെ എന്നിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, സെൽഫ് ലവിലേക്ക് വരുമ്പോൾ അത് സെൽഫിഷ് ആവാതെ സറണ്ടർ ആയിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നമ്മളിൽ സെൽഫ് ലവ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളതാണ്. ഇതാദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ സ്നേഹിക്കാനുള്ള കുറച്ച് വഴികളൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മളിൽ ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് എന്താണോ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്നേഹത്തിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് രാവിലെ ഉണരുമ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാറുണ്ടോ? അതേപോലെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വേണം നമ്മൾ രാവിലെ തുടങ്ങാൻ. അതായത് അത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കണം. അതുപോലെ നമ്മളെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം നമ്മൾക്ക് ചുറ്റും ആണെന്നുള്ളത് നമ്മൾ ഫീൽ ചെയ്യുകയും കൂടി വേണം. അതേപോലെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ എന്ത് ചെറിയൊരു കാര്യത്തിനും നമ്മൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു കാര്യം ഉണ്ടാവുകയും അത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇവൻ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ പോലും നല്ലതാണെന്ന് മക്കളോ ഹസ്ബൻഡോ അല്ലെ പേരൻസോ പറയാതിരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ വഴികളിലേക്കൊന്ന് തിരിയുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക, ആരോഗ്യകരമായുള്ള ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒന്ന്, സെൽഫ് ലവ് നമ്മളിൽ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എത്ര സുന്ദരിയായിരുന്നു അല്ലെങ്കിൽ സുന്ദരനായിരുന്നു, ഇന്ന് ഞാൻ ഈ കോലത്തിലാണ് ഇരിക്കുന്നത് എന്ന് പരാതി പറയണതിന് പകരം എൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഞാൻ എന്ത് ചെയ്യണം, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ, ഒന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, അല്ലെ നമ്മുടെ ആത്മവിശ്വാസം കളയുന്ന ആ ബന്ധങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഏതോ ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന, നമ്മൾ കൂട്ടുകൂടുന്നവര് എങ്ങനെയുള്ളവരാണോ അവരിൽ നിന്ന് നമുക്ക് എപ്പോഴും നെഗറ്റീവ് ഇമോഷൻസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ബന്ധം കൊണ്ടു നടക്കേണ്ടതുണ്ടോ? നമ്മൾക്ക് വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ശരീരം വീക്കാവുന്നതും നമ്മൾ ആ ഇമോഷണലി നമ്മൾ ഓരോരോ കാര്യങ്ങളിലേക്ക് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ലീവ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ നേട്ടങ്ങൾ, അത് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവ നമ്മളെ ഒന്ന് നമ്മൾ തന്നെ നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആഘോഷിക്കുക, അഭിമാനിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫുഡ് ഒന്ന് കഴിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, അൽഹംദുലില്ലാ ഇത് സെറ്റാണല്ലോ, നല്ല രുചിയുണ്ടല്ലോ, നമ്മൾ തന്നെ നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതേപോലെ ഒരു ഡ്രസ്സ് ആവട്ടെ, ഇല്ലെങ്കിൽ നമ്മളൊന്ന് ഒരുങ്ങി നിൽക്കുമ്പോഴാവട്ടെ, അല്ല അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും, ഇപ്പൊ ഒന്ന് വീട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് കാണുമ്പോൾ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നീ നല്ല മിടിക്കാണല്ലോ, നന്നായിട്ട് എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇത് പറയുന്നത് കൊണ്ടും നമ്മുടെ ഉള്ളിൽ സെൽഫ് ലവ് ആണ് ഉണ്ടാവുക.
പലപ്പോഴും നമ്മളത് മറ്റുള്ളവർ പറയട്ടെ എന്ന് വിചാരിച്ചാണ് നിൽക്കുക. കാരണം കുടുംബത്തിൽ ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാലും അവർ നല്ലതാണെന്ന് പറയട്ടെ, പറഞ്ഞില്ലെങ്കിൽ ഓ അവർ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കാനാണ് നിൽക്കുക. നമ്മൾ ആർക്കും വേണ്ടി കാത്തു നിൽക്കാതെ നമ്മളിൽ വേണ്ട സ്നേഹത്തെ നമ്മൾ തന്നെ നൽകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഘടകങ്ങളിൽ നമ്മളിൽ ഉണ്ടെങ്കിൽ അതിൽ അഭിമാനം കൊള്ളുക തന്നെ വേണം. ഇപ്പോ ഞാനൊരു അബാക്കസ് ടീച്ചർ ആയതിൽ ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയാറുള്ളത്. കാരണം എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എത്രയോ കാലങ്ങളുടെ പഠനത്തിന് ശേഷമാണ് ഈ ഒരു ഏജിൽ ഞാൻ അത് പഠിക്കാൻ പോയതും അതെനിക്ക് പഠിക്കാൻ പറ്റിയതും. അപ്പൊ എനിക്കത് നല്ല പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം നമ്മളിൽ ഉണ്ടാകുന്ന ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്ത് ചെയ്യണം, നമ്മൾ അഭിമാനത്തോടു കൂടി തന്നെ ഓർക്കുക എന്നുള്ളത്. ഞാനിതൊക്കെ പഠിച്ചിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും അവരൊരു ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ നല്ലതാണ് നീ മിടിക്കുകയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ളതല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ ഉള്ളിൽ അഭിമാന ബോധം ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ എല്ലായ്പ്പോഴും കൂടുതലും സ്ത്രീകളെ സംബന്ധിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ചെല്ലുന്ന വീട് ഏതാണോ ആ ഒരു വീട്ടിലുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ മാറുകയും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പാഷൻ ഉണ്ടോ, എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിലുണ്ടോ, അത് അതിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ആ ഒരു പാഷനെ തിരഞ്ഞെടുക്കുകയും അതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, മുമ്പോട്ട് പോവുകയും അതിൽ വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യാൻ മുമ്പോട്ട് വരികയും വേണം. ഈവൻ എനിക്ക് ചെറുപ്പത്തിലേ തൊട്ട് എനിക്ക് ഇഷ്ടമാണ് ടീച്ചർ ആവുക എന്നുള്ളത് ഇഷ്ടമായിരുന്നു. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാറി മറിഞ്ഞു പോയെങ്കിലും ഈ ഒരു ലൈഫിൽ ഈ ഒരു ടൈമിങ്ങിൽ എനിക്ക് ആ ഒരു ടീച്ചർ എന്നുള്ള ഒരു പദവിയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ കൂടുതലും എനിക്ക് മനസ്സിലായി മറ്റുള്ളവരിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടതിന് ചെയ്തു കൊടുക്കാനുമാണ് എൻ്റെ ഉള്ളില് നല്ലവണ്ണം അതിനുള്ള ഒരു സ്കില്ലുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു പാത്തിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ അത് എന്നിലേക്ക് വന്നു ചേരുകയായിരുന്നു. അതിനുള്ള അവസരങ്ങൾ പടച്ചവന്റെ അനുഗ്രഹത്താൽ എന്നിലേക്ക് വന്നു ചേരുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളൊരു പാഷൻ, നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു ജോലി അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ തുനിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സമയം ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നതെല്ലാം ആ ചെയ്യുന്ന ടൈമിങ്ങിൽ ചെയ്തു പോകുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെൽഫ് ലവിനെ കുറച്ച് കളയുക ചെയ്യണേ. ആ ചെയ്യുന്നതിൽ ഒരു ഇഷ്ടമില്ലാതെ അത് ചെയ്ത് ആർക്കോ വേണ്ടി അത് ചെയ്ത് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതം മുന്നോട്ട് പോകണ്ടേ, ഈ ജോലി ചെയ്യാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ആ ജോലിയിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ കഴിയില്ല. അതോടൊപ്പം എന്താകാൻ പറ്റില്ല, നമ്മൾ നമ്മുടെ ബോഡീനെ വീക്ക് ആക്കിക്കൊണ്ടേയിരിക്കും. ആ ഒരു നെഗറ്റീവ് ഇമോഷനിലൂടെ നമ്മൾ വീക്ക് ആവുകയും ചെയ്യുന്നുള്ളതാണ്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വിചാരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ പറ്റുമെന്ന്. വൺ ബൈ വൺ ബൈ വൺ ബൈ ആയിട്ട് ചെയ്തു കൊണ്ടുവരിക. ഞാൻ എന്താണോ എന്നിൽ മിസ്സിങ് ആക്കിയിട്ടുള്ളത് ആ മിസ്സിങ് ആക്കിയ കാര്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് പരിശ്രമിച്ച് മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ഇവൻ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു കുടുംബം മുൻപോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവരെന്തുണ്ട്, പാചകം നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെല്ലാവരും എക്സ്പേർട്ട് ആവുന്നവരുണ്ട്, അതിലും മറ്റു പല കഴിവുകളും ചെയ്യുന്നവർ പലരുമുണ്ട്. അത് എന്താണോ ഉള്ളത് അതിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാതെ ചെറിയ ചെറിയ ചുവടുകൾ വെച്ചുകൊണ്ട് തന്നെ അതിലൂടെ മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ നമ്മളെയാണ് വേദനിപ്പിക്കുന്നത് എന്നുള്ളതാണ്. പലരും എന്താ ചിന്തിച്ചു വെക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ദേഷ്യം വന്ന നാലെണ്ണം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലാണ് എൻ്റെ മൈൻഡിൽ നിന്ന് അത് ഫ്രീ ആവുക എന്ന് പറയും. പക്ഷെ ആ ഇമോഷനെ പ്രകടിപ്പിക്കാം, പക്ഷെ അത് നമ്മളെ നോവിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോവേണ്ടതുണ്ടോ എന്നൊന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ തോട്ട്സ് എന്ന്. അത് എത്ര പേർക്ക് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അവബോധം ഉണ്ടാവുന്നുണ്ടോ?
ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുമ്പം EFT ബേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ചിന്തകളാണ് നമ്മൾ എന്നുള്ളത്. ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതായി ഞാൻ മാറുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ചിന്തയിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഓരോ ദിവസവും അതിനെ മനസ്സിലാക്കാനും ആ ചിന്തയിലൂടെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും നമ്മൾക്ക് ആ പാത്തിലേക്ക് പോവാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ളത്. സെൽഫ് ടോക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. എത്ര പേര് സെൽഫിനോട് സംസാരിക്കുന്നവരുണ്ടാവും? ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കിയേ ചാറ്റ് ബോക്സിൽ. എത്ര പേര് സ്വന്തത്തോട് സംസാരിക്കുന്നവരുണ്ടാവും? അത് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കണം. അതേപോലെ അവരെ കരുതുന്നത് പോലെ നമ്മൾ നമ്മളെ കരുതുകയും വേണം. സാധാരണ നമ്മൾ എങ്ങനെ നമ്മളോട് ഇതാക്കുക, ഇത് ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇരിക്കണം, എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ പോരായ്മകളാണ് നമ്മൾ നമ്മളോട് സംസാരിക്കുക. പക്ഷെ ഓരോ ദിവസത്തിലും അല്ലെ ഓരോ നിമിഷത്തിലും നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളോടൊന്ന് സംസാരിച്ചു നോക്കൂ. അതായത് നമ്മുടെ നാവിൽ നിന്നും വരുന്ന ഏതൊരു വാക്കുകളും അഫർമേഷൻ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരിക. അഫർമേഷന്റെ പ്രത്യേകത ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ എന്താണോ സ്ഥിരമായിട്ട് പല്ലവി പോലെ പറയുന്ന കുറേ കാര്യങ്ങൾ, നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നതെന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു സ്പാർക്കിനെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് കഴിവുണ്ടോ ആ കഴിവിനെ മറ്റു പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കും. അപ്പോ എന്താ പറയാ, ഏത് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് ഏതൊരു കാര്യത്തിലും ആ ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈവൻ നമ്മളെന്താ കിച്ചണിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസും കൂട്ടിച്ചേർത്ത് വന്നാലാണ് ആ ഒരു സാധനം ആകുക എന്നറിയാം. അപ്പൊ അത് എത്ര അളവിൽ വേണം എന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ, ആ അളവ് ആരും പഠിപ്പിച്ചു തന്നിട്ടല്ല. ഇത് ഇത്ര അളവിൽ ഇട്ടാലാണ് ഇത്ര അളവിൽ ഇട്ടാലാണ് ശരിയാന്ന് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് റോങ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിന് പാകപ്പെടുത്തിയെടുത്ത് അങ്ങനെയാണ് നമ്മൾ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഇതേപോലെ നമ്മളിപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോസിറ്റീവിലേക്ക് ആക്കുക എന്നുള്ളതാണ്. പോസിറ്റീവിലേക്ക് ആക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഒന്ന് വെച്ചിട്ട് ഞാൻ പോസിറ്റീവ് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ എന്നല്ല. നിങ്ങൾ വിശ്വസിക്കുക, എനിക്ക് ഈ കഴിവുണ്ട്, അല്ലെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും, ആ ഒരു രീതിയിലാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ ഏതൊരു കാര്യത്തിനും ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കും തോറും, അത് റിപ്പീറ്റഡ്ലി നമ്മൾ കൊടുക്കും തോറും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കും. അതിനനുസരിച്ചുള്ള ഓരോ ആക്ഷനുകൾ, ചെറിയ ചെറിയ ആക്ഷനുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൽഫ് ലവിന്റെ ഒരു ഭാഗമാണ് നോ പറയേണ്ടടുത്ത് നോ പറയുക എന്നുള്ളത്. എല്ലാം മറ്റുള്ളവരെ ഓർത്ത് അവര് വിഷമിക്കത്തില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയരുത്, അല്ലെ ശരിയാവത്തില്ല, ആ ഒരു ചിന്തയിലൂടെ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വിഷമിപ്പിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെയാണ് വിഷമിപ്പിക്കുന്നത്. അപ്പൊ നോ പറയേണ്ടടുത്ത് എന്ത് ചെയ്യുക, നോ പറയുക എന്നുള്ളത്. അതിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റിയാണ് ഡെവലപ്പ് ചെയ്ത് വരിക. എനിക്ക് വേണ്ടത് മാത്രം ഞാൻ തിരഞ്ഞെടുത്താൽ മതി. പലരും എന്നോട് നിർബന്ധിക്കുകയാണ്, അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണ്ട. ആ ഒരു പറച്ചിലൂടെ ഒരു സമയത്തുണ്ടാകുന്ന വിഷമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇനി പലപ്പോഴായിട്ട് നമുക്ക് വിഷമിക്കേണ്ടതായിട്ട് വരില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുക, നമ്മുടെ കൂടെ ഉള്ളവരെ വിഷമിപ്പിക്കാതെ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് എല്ലാം സഹിച്ചിട്ട് ശരി ഓക്കെ എല്ലാം റെഡി ആക്കിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുള്ള. അവർക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്തു കൊടുക്കണം. പക്ഷേ സ്വന്തത്തിനെ വേദനിപ്പിച്ചിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതായത്
നാം നമ്മെ തേടി പോകുമ്പോഴാണ് നമുക്ക് നമ്മെ സൃഷ്ടിച്ചവനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നാം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മെ സൃഷ്ടിച്ചവനെ കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ നാം നമ്മോട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മെ സൃഷ്ടിച്ചവനിലേക്കാണ് എത്തിപ്പെടുക. അപ്പൊ ഞാൻ എന്നെ ഇഷ്ടമില്ലാതെ നടക്കുന്നിടത്തോളം കാലം ഞാൻ എന്നെ സൃഷ്ടിച്ചവനോട് ഇഷ്ടമില്ലാതെയാണ് പെരുമാറുന്നത്. ഇപ്പൊ ഞാൻ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നിടത്തോളം സമയം ഞാൻ എന്ത് ചെയ്യാ, എന്റെ സൃഷ്ടാവിനോടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. ഞാൻ എത്രത്തോളം വേദനയോടുകൂടി നടക്കുന്നുണ്ടോ അത്രത്തോളം എന്നെ സൃഷ്ടിച്ചവനെയാണ് ഞാൻ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ സൃഷ്ടാവിനോട് ഞാൻ ആ വേദനയെ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് എനിക്ക് മാച്ച് ആയിട്ട് വരുന്നതെന്നുള്ള ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് വരുന്നത് നമ്മൾ നമ്മളോട് തന്നെ പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എന്നെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്നെ ബ്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം ഞാൻ എന്നോട് ക്ഷമ ചോദിക്കണം. ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുമ്പം അവിടെ എന്താ സംഭവിക്കുക, ഞാൻ എൻ്റെ സൃഷ്ടാവിലേക്ക് സറണ്ടർ ചെയ്യുക ചെയ്യണേ. എൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി എൻ്റെ സൃഷ്ടാവിലേക്ക് ഞാൻ മടങ്ങുമ്പോൾ അവിടെ വരുന്ന ഒരു പ്യൂരിറ്റി അത് എത്രത്തോളം മഹത്തരമായിട്ടുള്ളതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതേപോലെ നമ്മളിലെ തെറ്റുകൾ സംഭവിക്കാത്തവരാരും ഉണ്ടാവില്ല. ആ തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് പിന്മാറുകയും ആ ചെയ്തതിന് വേണ്ടി നമ്മൾ നമ്മളോട് തന്നെ ക്ഷമ ചോദിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താവും, നമ്മൾക്ക് നമ്മളോടുള്ള സ്നേഹം ഇരട്ടിയാകുകയും അത് നമ്മളിൽ നമ്മെ സൃഷ്ടിച്ചവനിലേക്ക് അടുക്കാനുള്ള വഴികൾ തുറന്നു തരികയും അതിലൂടെ നമ്മുടെ ജീവിതം എത്രത്തോളം സുന്ദരമാക്കണമോ അത്രത്തോളം സുന്ദരമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ എന്തിനാണ് എന്നോട് ക്ഷമിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അവരോട് എന്തിനാണ് ക്ഷമിച്ചു കൊടുക്കുന്നത് എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നോട് ക്ഷമിക്കാതെ ഞാൻ ആരോട് ക്ഷമിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഉള്ളില് പലരും പറയുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും എപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുക, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. ഒരു സാധാരണ ഒരു മനുഷ്യനിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ചിന്തകളെല്ലാം എത്തിപ്പെടും. പക്ഷെ അത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അതിലൂടെ നമ്മൾക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യണം, അതിനെ മാറ്റാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആരോടും പറയണ്ട, നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വെള്ള പേപ്പർ എടുക്കുക. ആ വന്നിട്ടുള്ള എന്ത് ഇമോഷനാണോ, എന്ത് ബുദ്ധിമുട്ടാണോ, എന്ത് പ്രയാസങ്ങളാണോ അതൊക്കെ അതേപോലെ നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ അതൊന്ന് ഫുള്ളി എഴുതുക. അപ്പൊ മൈൻഡിൽ നിന്ന് അതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പുറത്തേക്ക് കളയുന്നുണ്ട്. മുഴുവൻ എഴുതിയിട്ട് ഒന്നെങ്കിൽ കത്തിച്ച് കളയുക അല്ലെങ്കിൽ കീറിക്കളയുക. അവിടെ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കുക ചെയ്യണം. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഭാരം ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളെ റിലീസാക്കി നമ്മളൊന്ന് ആ ഒരു മൊമെന്റിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പൊ ഇതൊക്കെ നമ്മുടെ എന്താണ്, സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യം. അതേപോലെ നിങ്ങൾ നോക്കുക, നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം സമാധാനമായിട്ടൊന്ന് ഇരിക്കുന്നുണ്ടോ, ഒരു 10 മിനിറ്റ്. ഇപ്പൊ ഈവൻ നമസ്കാര ശേഷമാണെങ്കിലും ഒരു 5 മിനിറ്റ് വെറുതെ കൂളായിട്ട് അവിടെ ഒന്ന് ഇരുന്ന് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ. അതേപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ഇഷ്ടത്തെ തിരിച്ചറിഞ്ഞൊന്ന് ചെയ്തു നോക്കിക്കേ. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫീൽ ആയിരിക്കും. ഈവൻ ഞാനിപ്പോഴും നമ്മുടേതായ ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തു വെക്കുക എന്നുള്ളതാണ്. എല്ലാവരും തന്നെ മോർണിംഗിൽ എഴുന്നേൽക്കുന്നവരാണ്. ആ മോർണിംഗിൽ എഴുന്നേറ്റ് കഴിയുമ്പം ആരുടെയും ഒരു ബുദ്ധിമുട്ടോ പ്രയാസം അല്ലെങ്കിൽ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ആ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് അതിലൊന്ന് സന്തോഷമായിട്ട് രാവിലെ തന്നെ ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ. അതിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂൾസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മികച്ചതാണ് എന്താണ്, സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മിറർ പ്രാക്ടീസ്. ആ മിറർ പ്രാക്ടീസിലൂടെ നിങ്ങളെ തന്നെ ഫുള്ളി ഒന്ന് കണ്ടു നോക്കിക്കേ.
ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നൊന്ന് എടുത്തൊന്ന് കണ്ടു നോക്കിയേ, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഓർത്ത്, ആ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അത് സെൽഫ് ലവ് ആണ്. അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങളുടെ ചുറ്റുപാടിന് പറഞ്ഞു നോക്കിക്കേ, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വസ്തുക്കൾക്കും നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ. അതോടൊപ്പം നിങ്ങൾ ഈ ഒരു പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് വരുന്നത്? എപ്പോഴും ഇല്ലായ്മ അല്ലെ, പോരായ്മ, എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ, അങ്ങനെയുള്ള പോരായ്മകളായിരിക്കും വരിക. പക്ഷെ ഇതൊന്നൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ച് നിങ്ങൾക്കുള്ളതിനെയൊക്കെ ഹൃദയമറിഞ്ഞ് നല്ല ഫീലോട് കൂടി ഒന്ന് ചെയ്ത് നോക്കിയാൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എത്ര എനർജറ്റിക് ആയിട്ടിരിക്കാൻ കഴിയുമെന്നറിയോ? അത് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ പോലും ഈ 2 വർഷമായിട്ടുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെ ഞാൻ വന്നിട്ട്, ഇന്ന് വരെയും ആ ഒരു എനർജി ലെവൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഞാനും തമ്മിലുള്ള കണക്ഷൻ, ഞാനും എൻ്റെ ക്രിയേറ്ററും തമ്മിലുള്ള കണക്ഷൻ, അതിലെ ആ ഒരു ബോണ്ടിങ്ങിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കില്ലാത്തത് അതവിടെ ഉണ്ട്, പക്ഷെ അതിലധികമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇല്ലാത്തതിലേക്കല്ല എൻ്റെ ഫോക്കസ് പോവുക. നമുക്കുള്ളതിലേക്ക് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇല്ലായ്മ എല്ലാം അവിടുന്ന് മാറി മാറി അവിടെ ഉള്ള ഒരു പരുവത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ സെൽഫ് ലവ് കണക്റ്റ് ആക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ മുൻപോട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിനെ ചെയ്യുന്നതിലേക്കാക്കി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്നേഹം ആവശ്യമാണോ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് ബഹുമാനം ആവശ്യമാണോ, നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുക. നിങ്ങൾക്ക് എത്ര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ അത്രയും പ്രയോറിറ്റി മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം നോക്കാൻ, സൗന്ദര്യം നോക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 10 മിനിറ്റ് ഒന്ന് വെറുതെ റിലാക്സ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ഉണ്ടാവില്ല. എന്താ വെച്ചാൽ എല്ലാം ചെയ്യുന്നത് ചെയ്തു സെറ്റായോ, ഇല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈവൻ നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ശരിയാവാറുണ്ടോ? അതിനൊന്നെങ്കിലും ഉപ്പ് കൂടി പോകും, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസവും. ഇതൊക്കെ എന്താണ്, നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മളെ ഒന്ന് അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ഇമേജ് എന്താണെന്നൊന്ന് അറിയാം. എന്നിൽ എത്രത്തോളം ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട് എന്നൊന്നറിയാം. ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ എൻ്റെ ഇല്ലായ്മകൾ എന്തൊക്കെയാണെന്നും എന്നിലുള്ളത് എന്തൊക്കെയാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ ഇമേജ് എന്താണ്, സെൽഫ് ഇമേജ് എന്താണ്? അത് സന്തോഷത്തിൻ്റെതാണോ, അത് സങ്കടത്തിൻ്റെതാണോ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വാല്യൂ എന്താണ്? കഴിവുള്ള ആളായിട്ടാണോ, കഴിവില്ലാത്ത ആളായിട്ടാണോ, എന്തൊക്കെ പോരായ്മകളാണുള്ളത്? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്കൊന്ന് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സെൽഫ് ലവ് കണ്ടിന്യൂസ്ലി നമ്മളിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. ഇത് നോ പറയാൻ എളുപ്പമാണ്, ഇതിങ്ങനെ ചെയ്യാതിരിക്കാനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. ഒരു കാര്യത്തിലും താരതമ്യം ചെയ്യാതിരിക്കുക. അത് വെൽത്തിന്റെ കാര്യമാകട്ടെ, ഹെൽത്തിന്റെ കാര്യമാകട്ടെ, റിലേഷൻഷിപ്പിന്റെ കാര്യമാകട്ടെ. ഈ താരതമ്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? എന്തെങ്കിലും നേടാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നല്ലതാണോ കിട്ടുന്നത്, മോശമാണോ കിട്ടുന്നത്? എന്തായിരിക്കും? യെസ്,
മോശം അവസ്ഥയാണ് ഉണ്ടാകുക. കാരണം നമ്മൾ താരതമ്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇവൻ നജിമമാമനെ കാണുന്നുണ്ട്. ഞാൻ നജിമമാമനെ, ഓഹ് നജിമമാമ നല്ല സുന്ദരിയ, അപ്പൊ ഞാൻ എന്താ പറയണേ, ഞാൻ മോശമാണെന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ എന്നെ എന്താണ് താഴ്ത്തി വെക്കുകയാണ് ചെയ്യണത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് നമ്മളോടുള്ള വാല്യൂ കുറഞ്ഞു പോവുകയാണ്. അപ്പൊ നമുക്ക് നമ്മളോട് ഇഷ്ടക്കേട് വരികയാണ്. അല്ലെങ്കിൽ അപ്പൊ അവിടെ ഒരു കുശുമുണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു അസൂയ ഉണ്ടാകുന്ന, അപ്പൊ പിന്നെ പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. അങ്ങനെ ആ ഒരു ചെറിയൊരു താരതമ്യത്തിലൂടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ അതേപോലെ തന്നെ വെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇച്ചിരി കാശൊക്കെ ഉള്ള ഒരാളെ കണ്ടു കഴിയുമ്പോൾ, അവർക്ക് എന്ത് കാശ, അവർക്ക് എല്ലാം ആവാം. ഈ ഒരു പോയിന്റ്, ആ ഒരു ചെറിയൊരു താരതമ്യം നമ്മുടെ ഉള്ളിൽ മതി. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകാന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് കഴിവില്ലാത്തവനായി നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നെ ഒന്നിനും കൊള്ളില്ലാത്തവനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ ഭാഗ്യമില്ലാത്തവനാണെന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങൾ ആ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, നമ്മള് താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. എന്താണോ, ഞാൻ എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ എന്നെ അംഗീകരിക്കുമ്പോൾ അതാണ് ശരിക്കുമുള്ള സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഓർത്തിട്ട് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമുണ്ടോ? മീൻസ്, അയ്യോ അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ, അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കാൻ പാടുണ്ടോ? അപ്പൊ നമുക്ക് എന്താ അവിടെ നഷ്ടപ്പെടുന്നത്? അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്? നമുക്കുള്ള ഒരു സമാധാനവും സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്. ഒരു ഡ്രസ്സ് എടുത്തിട്ട് കഴിഞ്ഞാൽ പോലും, അയ്യോ അവരെന്ത് വിചാരിക്കും, നല്ലതാണോ? അപ്പത്തേക്ക് നമുക്കത് എത്ര നല്ലതാണെങ്കിലും നമുക്കതൊരു മോശം ഫീലിലേക്ക് വരും. അപ്പൊ ഇതൊക്കെയും നമ്മുടെ സെൽഫ് ലവിനെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാണിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പെർഫെക്ഷൻ വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാനൊരു പാത്രം എടുത്താൽ അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ അതിങ്ങനെ ഇങ്ങനെ 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 തന്നെ ചെയ്യുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ കുറെ കാലമായിട്ട് കുറെ ആൾക്കാരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ, പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് കുറെ ആൾക്കാർ. കാരണം ഇത് പണ്ട് പഴമക്കാർ പറയണ പോലെയായിരുന്നു, അവരിലുണ്ടായിരുന്നു. പഴയ തലമുറയിലുള്ളവരെന്താണ്, ഇന്ന കാര്യം ചെയ്താൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ, അതല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ശരിയല്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പാണെന്ന് പറഞ്ഞാൽ 3 കൊമ്പ് തന്നെ, അത് അങ്ങനെയേ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നൊന്ന് തിരിച്ചറിയുക. അപ്പോൾ പെർഫെക്ഷൻ ആയിട്ട് വാശി പിടിക്കാതിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യണ നമ്മുടെ സെൽഫ് ലവ് കുറയ്ക്കുന്ന കാര്യമാണ് പുറംമോടികൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. അതായത് അതെന്തായിരിക്കും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതായത് എൻ്റെ സമ്പത്തിലാണ് എനിക്ക് വലിയ കാര്യങ്ങളുള്ളത്, അല്ലെ എൻ്റെ സൗന്ദര്യത്തിലാണ് എനിക്ക് വലിയ കാര്യങ്ങളുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പദവിയിലാണ് എനിക്ക് വലിയ കാര്യമുള്ളത് എന്നുള്ള ചിന്തിക്കും തോറും നിങ്ങൾക്ക് എന്ത് കൊടുക്കണില്ല, വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സമ്പത്തുള്ളെന്നുള്ളതും ഒരു നിമിഷം കൊണ്ട് നമ്മളിൽ നിന്ന് പോകും, സൗന്ദര്യം എന്നുള്ളതും ഒരു നിമിഷം കൊണ്ട് നമ്മളിൽ നിന്ന് പോകും, പദവി എന്നുള്ളതും ഒരു നിമിഷം കൊണ്ട് നമ്മളിൽ നിന്ന് പോകുന്നതാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളൊരു മനുഷ്യനാണ്, ഞാൻ നല്ലൊരു സൃഷ്ടിയാണ്, അതിലൂടെ എനിക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. ആ ഇഷ്ടമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതേപോലെ നോക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മള് നമ്മളെ അവിശ്വസിക്കുക എന്നുള്ളത്. മീൻസ്, ഞാനത് ചെയ്താൽ ശരിയാവോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ മൈൻഡിലേക്ക് എത്തുന്നത് നമ്മുടെ സെൽഫ് ലവിനെ കുറച്ച് കളയും. അവിടെ നമ്മൾക്ക് നമ്മളെ വിശ്വാസം ഇല്ലാതാവുകയാണ്. ആ വിശ്വാസം നമ്മെ സൃഷ്ടിച്ചവനിലേക്കും കൊടുക്കുകയാണ്. അവനിലും വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരിക ചെയ്യണം. നമ്മെ സൃഷ്ടിച്ചവനിലും വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരിക ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ ഒരു ആത്മവിശ്വാസം നമ്മളിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സെൽഫ് ലവ് നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ എന്ത് ചെയ്യണ്ടേ, എന്തെങ്കിലും ഒന്ന് കാര്യങ്ങൾ, ഇപ്പം അത് ഞാൻ പറഞ്ഞിരുന്നു, നോ പറയാനുള്ളത്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എടുക്കുമ്പോൾ അതൊരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുക എന്നുള്ളത്.
നമ്മുടെ സബ് കോൺഷ്യസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണല്ലോ. അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അത് ഏതാ ചെയ്യേണ്ടതെന്നൊന്നും അതിനറിയില്ല. നമ്മൾ ഒരു തീരുമാനത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു കാര്യത്തിനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഉറച്ച തീരുമാനമാണ്, അത് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷെ ഇത് വേണോ അത് വേണോ, അല്ല ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരു കാര്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ നമുക്ക് നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടും, അത് നമ്മളോടുള്ള സ്നേഹം ഇല്ലാതാക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കണക്ട് ചെയ്ത് എവിടം വരെ പോകുന്നുണ്ട് എന്നുള്ളതൊന്ന് നമ്മളൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെ നമ്മൾ അവഗണിക്കുന്നത് നമ്മുടെ സെൽഫ് ലവ് ഇല്ലാതാക്കും. ഈവൻ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ റീൽസിലും ഇതിലും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരു സൈഡ് സീറ്റ് കിട്ടിയാൽ പോലും അതൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിനെ ഒന്ന് ആസ്വദിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് നോക്കിയിരുന്ന് പ്രകൃതിയെ കണ്ട് അതിലെ ഓരോ കാര്യങ്ങളും അറിഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു സന്തോഷമാണ്. അതേപോലെ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയാലും മതി. ആ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന അത് എന്തായിക്കോട്ടെ, അത് നമ്മുടെ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഗിഫ്റ്റ് കാണുമ്പോഴേ അതിന്റെ പൊതി കണ്ടിട്ട് ഓ ഇതിപ്പോ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സന്തോഷം അവിടെ നിന്നില്ല. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് നമ്മളോട് ആ ഒരു സ്നേഹം കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് അത് പോകുന്നതെങ്കിൽ ആ വലുത് കിട്ടുമ്പോൾ ആ നിമിഷത്തേക്കേ ഉള്ളൂ, പിന്നെ അതും അതിന്റെ ആ സന്തോഷം നമ്മളിൽ നിന്ന് പോകും. അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ ആഘോഷിക്കുക അല്ലെങ്കിൽ സന്തോഷമാക്കുക എന്നുള്ളതാണ്. അതേപോലെ മറ്റുള്ളവർ എന്തും നമ്മളെ പറഞ്ഞോട്ടെ, ആരെന്തും പറഞ്ഞോട്ടെ, നമ്മൾ നമ്മളോട് ദയയോടുകൂടി പെരുമാറുക, സ്നേഹത്തോടുകൂടി സംസാരിക്കുക, ദാക്ഷിണ്യമില്ലാതെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി എന്താണ് പലരും ദേഷ്യം വരുമ്പോൾ ഈ ഒരു ജീവിതമേ വേണ്ടായിരുന്നു എന്ന് പറയുന്ന പലരുണ്ട്, എന്നെ എന്തിനിങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്ന പലരുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളിൽ ഉള്ളതിനെ ഇല്ലാതാക്കി കളയുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സൃഷ്ടിപ്പിനെ നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ നമ്മൾ നമ്മളോട് പെരുമാറാതിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ എന്താണ്, നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ അത് ഹാപ്പി ആയിട്ട് നല്ല ആസ്വദിച്ച് ചെയ്യുക എന്നുള്ള. അത് ഈവൻ നിങ്ങളൊരു ബുക്ക് വായിക്കുന്നുണ്ടോ, പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങളുടെ ആ ഓരോ സ്പർശനം പോലും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ കണ്ട് ആളോട് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ അറിയുന്ന ആളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിലൂടെ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ആ വരുന്ന ആൾക്ക് ആ പുഞ്ചിരിയിലൂടെ ലഭിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് കണക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ സെൽഫ് ലവ് ഈസി ആയി എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുക, അറിയുക, നന്നായിട്ട് അറിയുക എൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, എൻ്റെ കഴിവെന്താണ്, കഴിവുകേട് എന്താണ്, പോരായ്മ എന്താണ്, എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, എൻ്റെ ബിലീഫ് സിസ്റ്റം എന്താണ്. അങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ച് അറിയേണ്ടതിനെ എല്ലാം ഒന്ന് അറിഞ്ഞിട്ട് അതിനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ആക്കുമ്പോൾ പവർഫുൾ ആകുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ആഴ്ചത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒന്ന് തിരിച്ചറിയുക. എൻ്റെ കഴിവുകൾ എന്താണ്, എൻ്റെ കഴിവുകേടുകൾ എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ എന്താ പറയുക പോരായ്മകൾ, വീക്ക്നെസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് തിരിച്ചറിയുക. അതിൽ ഞാൻ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് വെച്ചിട്ടുള്ളത്, ചെറുപ്പകാലം തൊട്ട് കേട്ടിട്ടുള്ള പല ലിമിറ്റേഷൻസുകളും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിമിഷത്തിൽ നമ്മളെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻസ് അതായത് ചെറുപ്പത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് പറയും പാവം അവൾക്ക് വയ്യാത്തതാണ്, അല്ലെ അവന് വയ്യാത്തതാണ്, അവൻ അത്രയൊക്കെ ചെയ്താൽ മതിയെന്ന്. ആ ഒരു വാക്ക് ആ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തോരെയാണെന്നറിയാമോ? പിന്നീട് മുമ്പോട്ട് പോകുന്ന ഓരോ കാര്യത്തിലും അവർക്ക് ആ ഒരു തടസ്സം പോലെ നിൽക്കുന്നുണ്ട്.
അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ എന്ത് സംഭവിച്ചോട്ടെ അതിനെ നമ്മൾ അത്രത്തോളം ഫീലിൽ കൊടുത്തിട്ട് ഇത് ഇങ്ങനെയൊക്കെ അന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ എന്നുള്ളത് കുറ്റപ്പെടുത്താൻ നിന്നാൽ ആ കുറ്റപ്പെടുത്തലിലൂടെ നമ്മുടെ ജീവിതത്തെ അവിടെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുൻപോട്ട് വളരാൻ സാധിക്കാതെ അവിടെ ഇങ്ങനെ മുരടിച്ചു പോകാന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുക ചെയ്യുക. ആ സ്ഥാനത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് എന്നിലെ കഴിവുകളെ നാം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അതിനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും കൂടാണ്ട് വന്നതാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എല്ലാ ദിവസവും എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക. മിറർ പ്രാക്ടീസ് എന്നുള്ളത് നിങ്ങൾ ഡെയിലി ചെയ്യുക. അതിൽ പ്രവാസികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് ഈ മിറർ പ്രാക്ടീസ്. ആ മിറർ പ്രാക്ടീസിൽ ചെയ്യുമ്പോൾ സ്വന്തത്തിന് പറഞ്ഞിട്ട് ഫാമിലിയെ കുറിച്ചൊന്ന് ഓർക്കുമ്പം അവരെല്ലാം നമ്മുടെ അടുത്തുള്ളത് ഫീൽ ചെയ്തിട്ട് അവരെ എല്ലാ നിമിഷത്തിലും നമ്മൾ കാണുന്നത്, അവരോട് സംസാരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് പറയുമ്പം ഒരിക്കലും അവർ അകലത്തല്ല, ഞാനൊരു പ്രവാസിയാണെന്ന് പോലും ആ ഒരു ജീവിതത്തിൽ തോന്നലുണ്ടാവില്ല എന്നുള്ളതാണ്. മീൻസ് എല്ലാ നിമിഷത്തിലും ഞാൻ എൻ്റെ കുടുംബത്തെ ഓർക്കുന്നുണ്ട്, എൻ്റെ പേരൻസ്, എൻ്റെ ലൈഫ് പാർട്ട്ണർ, മക്കൾ, ഇവരെല്ലാം ഓർക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നുണ്ട്. അതെൻ്റെ സെൽഫ് ലവ് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം അവരെല്ലാം എന്നോടൊപ്പം എപ്പോഴും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുക എന്നുള്ളൊരു ഫീലിലേക്ക് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ മിറർ പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്ത് മുൻപോട്ട് പോവുക. ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ആ സൃഷ്ടിച്ചവനിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡുകൾ പറഞ്ഞുകൊണ്ട് സമാധാനവും സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ്. കഥ അഭിപ്രായത്തിലേക്ക് എന്ത് കാര്യങ്ങളും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിക്കാം.